എങ്ങനെയാണ് ഫിറോസ് ബാലൻസ് ചെയ്യുന്നത്? എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് അപ്പാർട്ട് ഫ്രം വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ വർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് യു ആർ ഇൻ ടു മൾട്ടിപ്പിൾ ഓർഗനൈസേഷൻസ് അല്ലെ, മൾട്ടിപ്പിൾ ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. പക്ഷേ അതിൻ്റെ കൂടെ ഈ വർക്ക് ലൈഫ് ബാലൻസിന് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വളരെ ഇതൊരിക്കലും ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പോലും എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് അപ്പാർട്ട് ഫ്രം വർക്ക് ചെയ്യുന്നത്? ഫസ്റ്റ് പറയുകയാണെങ്കിൽ ട്രാവലിംഗ് ആണ്. ട്രാവലിംഗ് എനിക്ക് ഇഷ്ടമാണ്. കിട്ടുന്ന അവസരങ്ങൾ ട്രാവലിങ്ങിന് ഞാൻ പാഴാക്കാറില്ല. പിന്നെയുള്ളത് കുറച്ച് സോഷ്യൽ ഓർഗനൈസേഷൻസിൽ പാർട്ടാണ്. ഇവിടെ UAE-ലായാലും നാട്ടിലായാലും കുറച്ച് സോഷ്യൽ ഓർഗനൈസേഷൻസിൽ പാർട്ടാണ്. പിന്നെ ഈ പബ്ലിക് സ്പീക്കിംഗ് ടോസ്റ്റ് മാസ്റ്റേഴ്സ് എന്നുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് യു ആർ അവെയർ. അപ്പോൾ ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ വളരെ ആക്റ്റീവാണ്. അതിനകത്ത് ഒരു 4ഓളം ക്ലബ്ബുകളിൽ മെമ്പറാണ്. അതിൽ ഒരു ക്ലബിന്റെ പ്രസിഡന്റാണ്. പിന്നെ അക്കാഫ് പോലെയുള്ള ഓൾ കേരള കോളേജസ് അലുമിനി ഫോറം, അക്കാഫ് ഈവൻസ് എന്ന് പറയും. കേരളത്തിന്റെ എല്ലാ കോളേജുകളുടെയും അലുമിനീസിന്റെ ഒരു എപെക്സ് ബോഡിയാണ് അത് ദുബായിലെ. അക്കാഫിന്റെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറാണ്, ബോർഡ് ഓഫ് ഡയറക്ടറാണ്, അതിന്റെ പിന്നെ ജോയിന്റ് ട്രഷററാണ്. അപ്പോൾ കുറച്ച് ഉത്തരവാദിത്തം അവിടെയുണ്ട്. അതുപോലെയുള്ള പിന്നെ ബിസിനസ് കൂട്ടായ്മ ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു ഭാഗമാണ്. അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ഇൻ ദ സെൻസ് അവരെ ഗാദറിങ്ങിലൊക്കെ പോകാറുണ്ട്. ഇപ്പോൾ BNI ജോയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. BNI അടുത്ത് തന്നെ ഈ മാസം ജോയിൻ ചെയ്യും. മേ ബി അടുത്ത് തന്നെ ജോയിൻ ചെയ്യും. അതേപോലെ അങ്ങനെയുള്ള 2-3-4 ഓർഗനൈസേഷൻസ്. പിന്നെ ചില ഓർഗനൈസേഷൻസ് പാർട്ട് അല്ലെങ്കിലും അവരുമായിട്ട് ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ബ്ലഡ് ഡോണേഴ്സിന്റെ ഒരു അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ കുറച്ച് മൾട്ടിപ്പിൾ ഓർഗനൈസേഷനിൽ ഭാഗമാണ്. അതെ. ഇപ്പം ഞാൻ കുറച്ചുകൂടെ ഈ ഒരു ഫിറോസിനെ കാണുമ്പോൾ യാത്രകൾ അല്ലെങ്കിൽ ഹൈക്കുകൾ അധികം പരിചയമില്ലാത്ത അഡ്വഞ്ചറസ് ടൂർ പോലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ യാത്ര എന്ന് പറയുമ്പോൾ ടിപ്പിക്കൽ യാത്ര അല്ലാതെ കുറച്ചുകൂടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രിപ്പുകൾ, ഹൈക്കുകളൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത് അല്ലേ? അതിനെ പറ്റി ഒന്ന് പറയാമോ? എങ്ങനെയാണ് അത്? വാട്ട് ഈസ് സോ ഫൺ അബൌട്ട് ഹൈക്കിംഗ് അല്ലെങ്കിൽ അഡ്വഞ്ചർ ടൂറിനൊരു ഒരു അഡ്വഞ്ചർ ടൂർസ് മെയിൻലി ഞാൻ പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻജോയ് ചെയ്യുന്നത് കൂടുതലും ട്രക്കിംഗ്, ഹൈക്കിംഗ് ആണ്. മൾട്ടിപ്പിൾ ഡേ ഹൈക്സും ട്രെക്സും ഒക്കെയാണ് ഞാൻ പേഴ്സണലി എൻജോയ് ചെയ്യുന്നത്. അതൊരു മൈൻഡ് സെറ്റാണ് അത്. കാരണം അത് നമ്മൾ ചെയ്യുമ്പോൾ കുറേ നമ്മുടെ ലൈഫിലുള്ള കുറേ കാര്യങ്ങൾ അൺലോക്ക് ആയി വരും ഓട്ടോമാറ്റിക്കായിട്ട്. കാരണം നമ്മളെ തന്നെ കുറെ കൂടി നമ്മൾ മനസ്സിലാക്കും. കുറെ സംഭവങ്ങൾ നമ്മുടെ മൈൻഡിലെ തോട്ട് പ്രോസസ്സ് കുറെ അൺബ്ലോക്ക് ആവും. നമ്മുടെ ഈ റെസിലിയൻസ് ആയാലും നമ്മുടെ ഈ ഡിസിഷൻ മേക്കിംഗ് പവർ ആയാലും ഒരു സിംപ്ലിസിറ്റി ആയാലും എല്ലാം ഹൈക്കിംഗ് എന്നുള്ള സംഭവം നമുക്ക് പഠിപ്പിച്ചു തരും. കാരണം ഒരു മൾട്ടിപ്പിൾ ഡേ ഹൈക്സ് നമുക്ക് ഒരു ബേസിക് സൗകര്യങ്ങളും, നമ്മളിവിടെ UAE-ലൊക്കെ ഒരു അത്യാവശ്യം ലക്ഷറിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു മൾട്ടിപ്പിൾ ഡേ ട്രെക്സ് എന്ന് പറയുമ്പോൾ അത് അറിയാലോ, ഒരു മൊബൈലിൽ റേഞ്ച് പോലും ഇല്ലാത്ത മൗണ്ടൻസിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു 7 ദിവസത്തെ 8 ദിവസത്തെ ട്രെക്ക് എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സംഭവം ഉണ്ടാവുന്നല്ലാതെ ഈവൻ നമുക്ക് ബാത്റൂമിൽ പോകാനുള്ള ഫെസിലിറ്റി പോലും ഇല്ല. 7 ദിവസം ചിലപ്പോൾ കുളിക്കാൻ സാധിക്കില്ല. നല്ല ബാത്റൂം, ഒരു ബാത്റൂം വന്നാൽ അങ്ങനെയുള്ള സംഭവമില്ല. ഒരു ടെന്റ്, ഒരു ചെറിയൊരു പിറ്റ്, അങ്ങനെയൊക്കെയാണുള്ളത്. അതല്ലെങ്കിൽ നമ്മൾ നേച്ചുറലായിരിക്കും. അപ്പോൾ വളരെ സിമ്പിൾ. ഒരുപാട് കാര്യങ്ങൾ അൺലോക്ക് ചെയ്യും. നമ്മളുടെ ഫിസിക്കൽ കേപ്പബിലിറ്റിനെ ടെസ്റ്റ് ചെയ്യും. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനുള്ള സംഭവം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അൺലോക്ക് ആയി കിട്ടും ഒരു ഹൈക്ക്. കാരണം പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മളൊരു ട്രെക്ക് കഴിഞ്ഞു വന്നാൽ വി വിൽ ട്രാൻസ്ഫോം ഇൻ ടു എ ന്യൂ പേഴ്സൺ. അതല്ലെങ്കിൽ നമ്മുടെ പെർസ്പെക്റ്റീവ് കുറെ മാറുന്നു. അപ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് എങ്ങനെയാണ്. പക്ഷെ അതോടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും അവസാന ദിവസം നമ്മൾ ഒന്നില്ലെങ്കിൽ ആ സബ്മിറ്റ് പോയിന്റിൽ, അതല്ലെങ്കിൽ നമ്മൾ ട്രെക്ക് കഴിഞ്ഞ് വരുന്നതിന്റെ തലേ ദിവസം നമ്മൾ എല്ലാവരുമായിട്ട് നല്ല ബോണ്ടാവുകയും എല്ലാവരും അധികം ആൾക്കാരും കരഞ്ഞു പോവും. അത് ഞാൻ പറയുമ്പോൾ അത് ചിലപ്പോൾ വലിയ ഡ്രാമാറ്റിക് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ അത് അനുഭവിക്കുമ്പോഴേ അതിൻ്റെ ഒരു സുഖം മനസ്സിലാവുള്ളൂ. കാരണം അത് നേച്ചറായിട്ടുള്ള കണക്റ്റ് ആണോ, ആൾക്കാരായിട്ടുള്ള കണക്റ്റ് ആണോ, നമ്മളതായിട്ടുള്ള കണക്റ്റ് ആണോ, അത് ചിലപ്പോൾ നമുക്ക് പല രീതിയിലുള്ള നമുക്ക് തന്നെ വരും. ഒരുപാട് അൺവൈൻഡ്. ഇതിപ്പോ പറയുമ്പോൾ തന്നെ എനിക്ക് നല്ല ഗൂസ്ബംസ് വരികയാണ്. അത് കാരണം ഞാൻ കുറച്ച് മെമ്മറീസ് ഒക്കെ റീകളക്ട് ചെയ്യുമ്പോൾ നമ്മളറിയാതെ നമ്മൾ കുറച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ നേച്ചറിൽ നോക്കി നമ്മളെ കണ്ണുകൾ നിറയും, നമ്മുടെ മനസ്സ് നിറയും. അത് സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ടായിരിക്കില്ല. അത് ചിലപ്പോൾ ഒരു റിഫ്ലക്ഷനാണ്. റിഫ്ലക്ഷൻ